മണ്ഡലകാല സീസൺ ആരംഭിക്കുവാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തമ്പടിക്കുന്ന കമ്പംമെട്ടിൽ 6 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഇടത്താവളം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. നിലവിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുന്ന കമ്മ്യൂണിറ്റി ഹാളാകട്ടെ ഹരിതകർമ്മസേനയുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായും മാറിക്കഴിഞ്ഞു. ഇത്തവണയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തർക്ക് കമ്പംമെട്ട് ദുരിത താവളമായി മാറുമെന്ന ഉറപ്പായി. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കമ്പം വഴിയെത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമാണ് കമ്പംമെട്ട്. 10,000-കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഓരോ വർഷവും ഇതുവഴി കടന്നു പോകുന്നത്. എന്നാൽ വർഷങ്ങളായി അസൗകര്യങ്ങൾ മാത്രമാണ് കമ്പംമെട്ടിൽ അയ്യപ്പ ഭക്തരെ കാത്തിരിക്കുന്നത്. 6 വർഷം മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച കമ്പംമെട്ട് ഇടത്താവളം പദ്ധതിയും ഇതുവരെ പൂർത്തിയായിട്ടില്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പോലും ഇവിടെയില്ല. പാർക്കിംഗ്, വിശ്രമ കേന്ദ്രം, വഴിവിളക്കുകൾ, ശൗചാലയങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട ശബരിമല ഇടത്താവളത്തിനായി 4 കോടി രൂപ 2019 ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നു. എന്നാൽ എല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. സ്ഥലം ഏറ്റെടുത്ത് നൽകിയെങ്കിലും സർക്കാർ ഉദാസീന മനോഭാവം കാണിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശബരിമല തീർത്ഥാടന സമയത്ത് അയ്യപ്പന്മാരെത്തുമ്പോൾ ഈ വർഷമുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അടുത്ത വർഷം തൊട്ട് അത് അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പ്രതീക്ഷകൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 1 രൂപ പോലും അനുവദിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ ഫണ്ട് അനുവദിക്കാത്തത് ശബരിമല തീർത്ഥാടകർക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഇടത്താവളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. നിലവിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. അയ്യപ്പ ഭക്തർ കടന്നുപോകുന്ന പാതകളിൽ സൂചനാ ബോർഡ് കാട് കയറി മറഞ്ഞ അവസ്ഥയിലുമെത്തി. പുതിയ ബോർഡുകൾ സ്ഥാപിക്കാനുള്ള നടപടികളും ഇഴയുകയാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.